ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ്. നമ്മൾ ഈ വീക്കെൻഡ് വടക്കാഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക കേട്ടോ. ഞാൻ ശനിയാഴ്ച രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. അന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ജയൻ അന്ന് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ബാൽക്കണിയിൽ കേട്ടോ. ഇന്ന് നേരത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണികളൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്, ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് കുറച്ച് മടി പോലെയൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ നമ്മൾ വടക്കാഞ്ചേരി പോയിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറ്. ഇന്ന് തൃശ്ശൂർ കുറച്ച് സ്ഥലത്തൊക്കെ ഇന്ന് പോകാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ നേരെ വടക്കാഞ്ചേരിക്ക് പോകുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ പോകേണ്ട കുറച്ച് അത്യാവശ്യ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് വടക്കാഞ്ചേരിയിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ബേക്കറിയിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ബേക്കറിയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഒരു ലൈറ്റായിട്ടൊരു സ്നാക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മളിനി തിരിച്ച് നേരെ വടക്കാഞ്ചേരിക്ക് പോവാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 1:30-1:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മ ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, ക്യാബേജ്, പിന്നെ അച്ചിങ്ങ, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതായിരുന്നു ലഞ്ച് ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ വടക്കാഞ്ചേരി പോയി കഴിഞ്ഞാൽ മൈലാഞ്ചി അരച്ചിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇല ഇങ്ങനെ അടർത്തിയെടുത്തിട്ട് ഡയറക്റ്റ് മിക്സിയിലെ ജാറിലേക്കാണ് ഇടുന്നത്. അതാകുമ്പോൾ ഭയങ്കര ഈസിയല്ലേ, അരച്ചാൽ മതിയല്ലോ. അനിയത്തിയാണ് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും മലയെണ്ണാനാണ് കേട്ടോ. ഇത് മലയെണ്ണാൻ എന്തോ ഫ്രൂട്ട് കഴിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാ, പെട്ടെന്ന് ചാടി പോകട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാ. പക്ഷേ അങ്ങനെ ചാടുന്നതൊന്നും കണ്ടില്ല. കുറേ നേരം ഇരുന്ന് ഫ്രൂട്ട് എന്തോ കഴിക്കണമായിരുന്നു. എന്നിട്ട് മറ്റേ സീതാപ്പഴമില്ലേ, അതാണ് കഴിക്കണേട്ടോ. അത് കഴിച്ചിട്ട് സീഡ് കണ്ടോ എറിയുന്നത്. അപ്പോൾ സയാനത് കണ്ടിട്ട് ഭയങ്കര ഒരു വണ്ടറായിട്ട് നോക്കി നിൽക്കണം കേട്ടോ. പിന്നെ മൈലാഞ്ചിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു, കയ്യിലിട്ടു. അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇടണം കേട്ടോ. പിന്നെ കുറച്ച് നാരങ്ങയൊക്കെ പിഴിയാറുണ്ട് അരച്ചതിന് ശേഷം, പെട്ടെന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആൽബം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൽബം അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആൽബം കാണാമായിരുന്നു. പിന്നെ വീട്ടിൽ പെയിൻറ്റിങ് നടക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഫാൻസി സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇയറിംഗ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയാൻ മിനിയൻ്റെ കീ ചെയിൻ കണ്ടിട്ട് ഒരു മിനിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് ഇയറിങ്സും ബാങ്കിലൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിലെത്തിയിട്ട് ഉമ്മ ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ. അന്ന് ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഉമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് കോഴിക്കോട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടി ചട്നി, 2 ടൈപ്പ് ചട്നിയും പിന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാപ്പ വാഴയിലയിൽ പൊതിഞ്ഞിട്ടൊക്കെ തന്നു. ഞങ്ങളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് പോകുന്നത്. സയനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ, വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. സയൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. 7 മണിക്കാണ് ട്രെയിൻ കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇതാണ് ഇന്നലെ വാങ്ങിച്ച ബാങ്കിൾ. അങ്ങനെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് സൺഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല, ട്രെയിൻ ഭയങ്കര കാലിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ കിട്ടിയിട്ടാ. വിൻഡോ സൈഡിലുള്ള സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഷോർട്സൊക്കെ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് പിന്നെ ഇഡ്ഡലി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വൈറ്റ് കളറുള്ള ചട്നിയും റെഡ് കളറുള്ള ചട്നിയും സാമ്പാറും കേട്ടോ. പിന്നെ വാഴയിലൊക്കെ പൊതിഞ്ഞ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ.
എനിക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പ് വരും കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എത്തിയിട്ടാ ഫെറോക്കിലാണ് ഇറങ്ങിയത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ട് ഒരു കോഫിയും ഒരു പഴംപൊരിയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ സിസ്റ്ററിൻ്റെയാണ് മാരേജ്. അപ്പോൾ നമ്മളെൻ്റെ ഫ്രണ്ട് ഹോളിലേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു 10:15 ആകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രൈഡും ഫാമിലിയൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ. ഇതാണ് ഗ്രൂം. അപ്പോൾ അങ്ങനെ ഗ്രൂം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊന്നും കൊടുക്കുന്നില്ല, മ്യൂസിക്കൊക്കെ വെച്ചതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ നിക്കറ ടൈമിലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രൈഡിനെ നമ്മൾ സ്റ്റേജിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. ആ ഒരു വീഡിയോ മുതലാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു, നെയ്പത്തൽ, ബ്രോസ്റ്റഡ്, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ടിൽ മൈസൂർ പാക്കും ജിലേബി, പിന്നെ കുറേ ടൈപ്പ് ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ട്രെയിനൊക്കെ കയറി നമ്മളിനി തിരിച്ച് വടക്കാഞ്ചേരിയിലേക്ക് പോവാണ്. അപ്പോൾ ട്രെയിൻ കയറാൻ വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ 1:53 ട്രെയിൻ. അപ്പോൾ 1:40 തന്നെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു ട്രെയിൻ കേട്ടോ. 3 മണിക്കാണ് പിന്നെ ട്രെയിൻ വന്നത് കേട്ടോ. അങ്ങനെ 1 മണിക്കൂർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് ഷൊർണൂരാണ് ട്രെയിൻ ഇറങ്ങിയത് കേട്ടോ. വടക്കാഞ്ചേരിയിലേക്കുള്ള ട്രെയിൻ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഷൊർണൂർ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാറ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഷൊർണൂരിൽ നിന്ന് നമ്മൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ബസ്സിലാണ് ഇനി വടക്കാഞ്ചേരിക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കറിയിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സും ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ ഇനി തിരിച്ച് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് കേട്ടോ. എന്നിട്ട് ആ കാറൊക്കെ എടുത്ത് നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിളിച്ചു വെച്ചപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ ഉമ്മ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അന്ന് പിന്നെ വീട്ടിലെത്തി ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ട്രാവലൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അന്ന് ഫുള്ള് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. അപ്പോൾ ഉമ്മ ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. വാപ്പ വാഴയിലൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ മൺഡേ രാവിലെയാണ് ഇറങ്ങുന്നത്. അന്ന് ഹസ്ബൻഡിന് ഓഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനുള്ള ലഞ്ചും കൂടെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ എന്നെയും ചായനും കൂടി വീട്ടിലാക്കിയിട്ട് വേണം ഹസ്ബൻഡിന് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയിലയും കറിവേപ്പിലൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടർത്തി എടുത്തിട്ട് ബോക്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ വാടി പോവുമല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കറി വെക്കുമ്പോഴും ഈസി അല്ലേ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി ബോക്സിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ കുറച്ച് പയറില്ല അച്ചിങ്ങ നന്നാക്കിയതും കൂടെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്